Hello everyone. നമ്മൾ രണ്ട് സെഷനിലായിട്ട് ഇപ്പം പി ബ്ലോക്കിന്റെ രണ്ട് പാർട്ട് നമ്മൾ തീർത്തു. പിന്നെ അതിന്റെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ എടുക്കുകയാണ്. ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് 15th ഗ്രൂപ്പും 16th ഗ്രൂപ്പും പറഞ്ഞ 16th ഗ്രൂപ്പിൽ നമ്മൾ ഡൈ ഓക്സിജന്റെ പ്രോപ്പർട്ടീസും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ബാക്കിയാണ്. ഇത് 17 18 നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് 16th ഗ്രൂപ്പിന്റെ സിമ്പിൾ ഓക്സൈഡിനെ പറ്റി പറയാം. ഇതാണ് സിമ്പിൾ ഓക്സൈഡ്സ്. ബൈനറി കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ വിത്ത് അനദർ എലിമെന്റ് ഇസ് കോൾഡ് ഓക്സൈഡ്. ഒരു ഓക്സിജൻ വേറൊരു എലമെന്റ് ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ എലമെന്റിന്റെ ഓക്സൈഡ് ആണ് ആ കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്സൈഡ് ക്യാൻ ബി സിമ്പിൾ, എന്താണ് മഗ്നീഷ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, അതിന്റെ സിമ്പിൾ ഓക്സൈഡ്സ് ആവാം, അല്ലെങ്കിൽ മിക്സ്ഡ് ഓക്സൈഡ്സ്. മിക്സ്ഡ് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോമ്പൗണ്ടിൽ തന്നെ ആ ഓക്സിജന്റെ കൂടെ ചേരുന്ന എലമെന്റ് എന്താണ്, ഒന്നിൽ കൂടുതൽ ഓക്സിജൻ സ്റ്റേറ്റ് കാണും. അതിനെയാണ് നമ്മൾ മിക്സ്ഡ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് PB3O4 Fe3O4 നോക്കുകയാണെങ്കിൽ PB3O4 എന്താണ് PbO2 ഉണ്ടാകും. അങ്ങനത്തെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ് +4 ആണ്. പിന്നെ PbO അതിനകത്ത് +2 ആണ്. Fe3O4 വരുമ്പോൾ എന്താണ് Fe2O3 FeOO ആണ്. ഈ രണ്ട് ഓക്സിജൻ സ്റ്റേറ്റിൽ ഈ ഓക്സൈഡിൽ ആ എലിമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. Simple oxides can be classified on the basis of their acidic, basic or amphoteric character. Oxides in acidic, basic, and amphoteric. An oxide which combines with water to give an acidic. Acid is termed acidic oxide. And then water to combine with acid, we tell oxide in acidic oxide. And the example is SO2, Cl2O7, CO2, N2O5. And then SO2 hydrolysis in the H2SO3, it is acid. As a general rule, only non-metallic oxide are acidic. Generally, non-metals in the oxides are generally in the acidic and the metals in the oxide, high oxidation state, acidic. An example item for taken on Mn2O7, CrO3, V2O5. In the oxide acidic. Metal oxide I to goody, other acidic. The oxides which give a base with water are known as basic oxide. Acidic oxide are water react to base on the oxide and basic oxide. And the example return Na2O, CO, most metal oxides are basic. Then calcium oxide, water reacting to the calcium hydroxide base on basic oxide. Some metallic oxides exhibit a dual behavior. Characters of both acidic as well as basic oxides. രണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നവരെ നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ Al2O3 അതായത് HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, NaOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ആംഫോട്ടറിക് ഓക്സൈഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്സൈഡ്സ് വിച്ച് ആർ neither acidic nor basic are known as neutral oxides. അസിഡിക്കും അല്ല ബേസിക്കും അല്ലാത്ത ഓക്സൈഡ് നമ്മൾ ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ത് CO, NO, N2 എന്നൊക്കെ പറയാം. നമ്മൾ പറയാൻ പോകുന്നത് ഓസോണെ പറ്റി. എന്താണ് ഓസോൺ? ഓസോൺ ഇസ് ആൻ അലോട്രോപിക് ഫോം ഓഫ് ഓക്സിജൻ. ഓസോൺ നമ്മൾ സാധാരണ എവിടെയാണ് കാണുന്നത്? അറ്റ് ഹൈറ്റ് ഓഫ് അബൌട്ട് 20 കിലോമീറ്റേഴ്സ്. ഭൂമിയുടെ സർഫസിൽ 20 കിലോമീറ്റേഴ്സ് മേലെ പോകുന്നത് ഒരു ഓസോൺ ലെയർ ഉണ്ട്. ഓസോൺ അവിടെ എങ്ങനെയാണ് ഫോം ആവുന്നത്? സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്താണ് ഓസോൺ ഫോം ചെയ്യുന്നത്. This ozone layer protects the Earth's surface from an excessive concentration of UV radiation. UV radiation എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഓസോൺ ലെയർ. നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. When a slow dry stream of oxygen is passed through a silent electrical discharge. ഒരു സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജിലൂടെ നമ്മൾ ഓക്സിജനെ പയ്യെ കടത്തി വിടുമ്പോൾ നമുക്ക് ഓസോൺ കിട്ടും. ഒരു ഹൈലി എൻഡോതെർമിക് റിയാക്ഷൻ ഉണ്ടാവും. 42 kJ/mol എനർജി കൊടുത്താലേ നമുക്ക് ഓസോൺ ഫോം ചെയ്യാൻ പറ്റും. If concentration of ozone greater than 10% are required, 10% കൂടുതൽ concentration of ozone ആണ് നമുക്ക് വേണ്ടതെങ്കിൽ a battery of ozone cells can be used. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചാൽ നമുക്ക് പ്യൂർ ഓസോൺ ആ വെസലിന് ചുറ്റും കണ്ടൻസ് ചെയ്ത് കിട്ടും. പിന്നെ ഓസോണിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. പ്യൂർ ഓസോൺ ഇസ് എ pale blue gas, dark blue liquid and violet black solid.
ബ്ലൂവിൽ നിന്ന് വയലറ്റിലേക്ക് നീങ്ങുന്നു, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ എന്താണ്, ഗ്യാസ് ആകുമ്പോൾ പെയിൽ ബ്ലൂ, ലിക്വിഡിൽ നിന്ന് ഡാർക്ക് ബ്ലൂ, സോളിഡ് ആകുമ്പോൾ വയലറ്റ് ബ്ലാക്ക്. ഡീകമ്പോസിഷൻ ഓഫ് ഓക്സിജൻ റെസിസ്റ്റ് ഇൻ ദി ലിബറേഷൻ ഓഫ് ഹീറ്റ്. കാരണം അത് ഫോർമേഷൻ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കും. ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. ഡെൽറ്റ എച്ച് റിവേഴ്സ് റിയാക്ഷൻ വെച്ചാൽ ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പൊ അതെന്താണ്, സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. Due to ease with which it liberates atoms of nascent oxygen. ഇപ്പൊ ഓസോൺ nascent oxygen തരാറുണ്ട്, അതുകൊണ്ട് അത് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. ലെഡ് സൾഫൈഡ് ഓസോൺ ആയിട്ട് ലെഡ് സൾഫേറ്റ് കിട്ടി. അതേപോലെ തന്നെ അയോഡൈഡ് അയോണും ഓക്സിഡൈസ് ചെയ്ത് അയോഡിനാക്കി മാറ്റും. When ozone reacts with an excess of potassium iodide solution buffered with a borate buffer, iodine is liberated, which can be tried. ഇപ്പോൾ എന്താണ്, അയഡിൻ ലിബറേറ്റ് ചെയ്താൽ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് ഇതിനെതിരെ അഗേൻസ്റ്റ് ആയിട്ട് സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്താൽ എത്ര ഓസോൺ റിയാക്ട് ചെയ്തു എന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓസോണിന്റെ എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. Nitrogen oxides, particularly nitric oxide, combine very rapidly with ozone, and there is thus the possibility that nitrogen oxides emitted from the exhaust system of supersonic jet. എന്താണ് പറയുന്നത്, സൂപ്പർസോണിക് ജെറ്റുകൾ എന്താണ് അവരുടെ എക്സോസ്റ്റിൽ നിന്ന് നൈട്രജൻ ഓക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ, അതിപ്പോൾ നമ്മുടെ ഓസോണായിട്ട് കമ്പൈൻ ചെയ്ത് അത് നമ്മുടെ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സൂപ്പർസോണിക് ജെറ്റുകൾ ഓസോണിന് ബാധിക്കുന്നുണ്ട്. The two oxygen bond length in the ozone molecule is identical. അപ്പോൾ ഓസോൺ നമ്മൾ നോക്കുമ്പോൾ എന്താ, അതിൽ രണ്ട് റെസണൻസ് സ്ട്രക്ചറിന്റെ ഹൈബ്രിഡ് ആയിരിക്കും. അപ്പൊ എന്താ, രണ്ട് ബോണ്ട് ലെങ്ത്തും ഏകദേശം ഈക്വൽ ആയിരിക്കും. And the molecule is angular as expected with a bond angle of 170 degree. അപ്പൊ അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 170 ഡിഗ്രി ആണ്. ഞാൻ പറയാനുള്ളത് സൾഫറിന്റെ കുറച്ച് അലോട്രോപിക് ഫോംസിനെ പറ്റിയാണ്. നമുക്ക് രണ്ട് അലോട്രോപിക് ഫോംസ് ആണ് പഠിക്കാനുള്ളത്. എന്താണ്, റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും. റോംബിക് ആൽഫ സൾഫർ, മോണോക്ലിനിക് ബീറ്റ സൾഫർ. ഇപ്പൊ റൂം ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിട്ടുള്ള സാധനം ഇതാണ്, റോംബിക് സൾഫർ ആണ്. Which transforms into monoclinic sulfur when heated above 369 Kelvin. ഈ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, 369 കെൽവിൻ താഴെയാണെങ്കിൽ സൾഫർ റോംബിക് ആയിരിക്കും, അതിന് മേലെ പോയാൽ അത് മോണോക്ലിനിക് സൾഫർ. റോംബിക് സൾഫറിന്റെ പ്രോപ്പർട്ടീസ് പറയാം. ദിസ് അലോട്രോപ്പ് ഈസ് യെല്ലോ ഇൻ കളർ, മെൽറ്റിംഗ് പോയിന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ തന്നെ. Rhomic sulfur crystals are formed on evaporating the solution of rolled sulfur in CS2. അപ്പോൾ സൾഫറിന്റെ റോൾ നമ്മൾ CS2 ഇവാപറേറ്റ് ചെയ്താൽ നമുക്കത് റോമിക് സൾഫറിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും. It is insoluble in water but dissolves to some extent in benzene, alcohol and ether. ഇപ്പോൾ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, പക്ഷേ ഓർഗാനിക് സോളൻസിലൊക്കെ അത് സോലുബിൾ ആണ്. ഇറ്റ് ഈസ് റെഡിലി സോലുബിൾ ഇൻ CS2. CS2 നല്ല സോലുബിൾ ആണ്. ഇനി മോണോക്ലിനിക് സൾഫർ എങ്ങനെയാണ് ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 369 കെൽവിനിലെ ആണ് മോണോക്ലിനിക് സൾഫർ വരുന്നത്. This form of sulfur is prepared by melting rhombic sulfur in a dish and cooling. റോമിക് സൾഫർ നമ്മളൊരു ഡിഷിൽ ചൂടാക്കുന്നു, കൂളാക്കും. അപ്പോൾ അതൊരു ക്രസ്റ്റ് ഫോം ചെയ്യും. നമ്മൾ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത് അതിനകത്ത് ആ ക്രസ്റ്റിൽ രണ്ട് ഹോൾ ഉണ്ടാക്കി അതിനകത്തുള്ള ബാക്കി ലിക്വിഡ് നമ്മൾ കളയും. എന്നിട്ട് ആ ക്രസ്റ്റ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ബീറ്റ സൾഫറിന്റെ ക്രിസ്റ്റൽസ് കിട്ടും. It is stable above 369 Kelvin. Both rhombic and monoclinic sulfur has S8 molecules. റോംബിക് ആയാലും മോണോക്ലിനിക് ആയാലും അപ്പൊ അതിന് പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് these S8 molecules are packed to give different crystal structures. The S8 ring in both the forms is puckered and has a crown shape. S8 ring ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ക്രൗൺ ഷേപ്പ് ഉള്ള S8 മോളിക്യൂൾ ആണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് S6 ഫോം. ഇത് മാത്രമല്ല വേറെയും പല ഫോംസിൽ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ S6 ഫോം. എന്താണ്, ചെയർ ഫോം എന്ന് പറയുന്നത്. അതിന്റെ ഡയഗ്രം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. Several other modifications of sulfur containing 6 to 20 sulfur atoms per ring have been synthesized in the last 2 decades. Cyclo S6 അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫോം. Cyclo S6 ഫോം ചെയർ ഫോം വിളിക്കാറുണ്ട്.
At elevated temperatures, ഏകദേശം 1000 Kelvin റേഞ്ചിലുള്ള elevated temperatures S2 ആണ് dominant species. 1000 Kelvin മേലെ S2 ആണ് dominant species. മാത്രമല്ല അതെന്താ നമ്മൾ O2 മോളിക്യൂൾ പറഞ്ഞ പോലെ അതും എന്താണ് പാരാമാഗ്നറ്റിക് ആണ്. ഇത് പറയാനുള്ള സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് is formed when സൾഫർ ട്രയോക്സൈഡിനെ സൾഫറിനെ നമ്മൾ ഓക്സിജൻ പ്രസൻസ് കമ്പസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സൾഫർ ഡയോക്സൈഡ് കിട്ടുന്നത്. അതിന്റെ കൂടെ ചെറിയ 6 to 8% സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കണം, നമ്മൾ SO2 ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. The laboratory is readily generated by treating a sulfite with dilute sulfuric acid. ഒരു സൾഫൈറ്റ് അതാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫർ ഡയോക്സൈഡ് കിട്ടും. ഇൻഡസ്ട്രിയൽ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ് ബൈ പ്രൊഡക്റ്റ് ഓഫ് റോസ്റ്റിംഗ് ഓഫ് സൾഫൈഡ്. അപ്പോൾ സൾഫൈഡ് ഓർസിന് റോസ്റ്റിംഗ് വഴി നമുക്ക് ഇൻഡസ്ട്രിയിൽ SO2 പ്രിപ്പയർ ചെയ്യുന്നത്. Properties പറയാനുണ്ട്. സൾഫർ ഡയോക്സൈഡ് is a colorless gas with pungent smell and is highly soluble in water. It liquefies at room temperature above a pressure of 2 atmosphere and boils at 263 K. കളർലെസ് ഗ്യാസ് ആണ്, വാട്ടറിൽ നല്ല സോലുബിൾ ആണ്. റൂം ടെമ്പറേച്ചർ ലിക്വിഫൈ ചെയ്യുന്നപ്പോഴാണ് 2 atmosphere പ്രഷർ അത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഫൈ ചെയ്യും. സൾഫർ ഡയോക്സൈഡ് when passed through water forms a solution of sulfurous acid. അങ്ങനെ SO2 നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൾഫറസ് ആസിഡ്. It reacts readily with sodium hydroxide solution forming sodium sulfite, which then reacts with more sulfur dioxide to form sodium hydrosulfate. ഇപ്പം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ എക്സസ് ഈ SO2 എക്സസ് NaOH ആയിട്ട് റിയാക്ട് ചെയ്താൽ NaOH SSSO2 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NaHSO3 ആണ്. എക്സസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് NaHSO3, അല്ലെങ്കിൽ നമ്മൾ എന്താ Na2SO3 ആണ് ഫോം ചെയ്യുന്നത് ചിന്തിക്കുക. എക്സസ് ആയിട്ടാണ് SO2 നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ NaHSO3 ആയിരിക്കും ഫോം ചെയ്യുന്നത്. Sulfur dioxide reacts with chlorine in the presence of charcoal to give sulfuryl chloride, SO2Cl2. It is oxidized to sulfur trioxide by oxygen in the presence of vanadium oxide catalyst. എന്താണ് SO2 നമ്മൾ Cl2 ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് SO2Cl2 കിട്ടും. പിന്നെ SO2 നിന്ന് SO3 ആക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് SO3 ഫോം ചെയ്യും. When moist, sulfur dioxide behaves as a reducing agent. SO2 reducing agent ആയിട്ടാണ് റിയാക്ട് ആക്ട് ചെയ്യുന്നത് and decolorises acidified permanganate solution. ഈ പെർമാംഗനേറ്റ് സൊല്യൂഷൻ റിയാക്ട് ചെയ്ത് ഡീകളറൈസ് ചെയ്യുന്ന എന്താണ്? ആ ഗ്യാസിന്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് Fe3+ റെഡ്യൂസ് ചെയ്ത് Fe2+ ആക്കി. Mn എന്താണ് +7 സ്റ്റേറ്റിൽ നിന്ന് Mn എന്തായി +2 സ്റ്റേറ്റ്. ഈ റിയാക്ഷൻ ആണ് SO2 ഡിറ്റക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. SO2 സ്ട്രക്ചർ എന്താണ്? ഇതൊരു റെസൊണൻസ് ഹൈബ്രിഡ് ആയിരിക്കും. ബോണ്ട് ലെങ്ത് ഇക്വൽ ആയിട്ടായിരിക്കും. നമ്മൾ O3 കാര്യം പറഞ്ഞത്. ഇതൊക്കെ പറയാനുള്ളത് ഓക്സോ ആസിഡ്സ്. ഇപ്പം സൾഫറിന് ഒരുപാട് ഓക്സോ ആസിഡ്സ് ഉണ്ട്. H2SO3, H2SO3, H2SO4. ഇതിന്റെ എല്ലാം ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക. ഈ പേരുകൾ എന്താ? H2SO3 നമ്മൾ ഇൻസാറിൽ തന്നേക്കുന്ന ഡയഗ്രാംസ് ആണ്. H2SO3 എന്താണ്? സൾഫ്യൂറസ് ആസിഡ് ആണ്. H2SO4 സൾഫ്യൂരിക്. H2SO8 എന്താണ്? ഇവിടെ ഈ പെറോക്സൈഡ് ലിങ്കേജ് വരുന്നുണ്ട്. OO ലിങ്കേജ് വരുന്നുണ്ടെന്നാണ്. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ H2SO നമ്മൾ അറിയപ്പെടുന്ന ഒളിയം. ഇതിൽ എന്താണ്? ഒരു SOS ലിങ്കേജ് ഉണ്ട്. ഇനി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ബൈ കോണ്ടാക്ട് പ്രോസസ്. പ്രോസസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. This involves 3 steps. ഇപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സിൽ 3 സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൾഫറിനെ അല്ലെങ്കിൽ സൾഫൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? ബേൺ ചെയ്യും. അപ്പൊ നമുക്ക് SO2 ഗ്യാസ് വരും. എന്നിട്ട് ആ SO2 നമ്മൾ എന്താ SO3 ആക്കും. നേരത്തെ പറഞ്ഞ വനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റ് പ്രസൻസിൽ നമ്മൾ SO2 SO3 ആക്കും. എന്നിട്ടാണ് SO3 അബ്സോർബ് ചെയ്യുന്നത് H2SO4. എന്താണ്? അപ്പൊ നമുക്ക് H2H2O7 കിട്ടും.
The key step in the manufacture of H2SO4 is the catalytic oxidation of SO2 to SO3. ഇതാണ് അടുത്ത key step എന്ന് പറയുന്നത്. The reaction is exothermic, reversible, and forward reaction leads to decrease in volume. നമ്മൾ PV equal to nRT എന്ന് എഴുതുമ്പോൾ നമ്മൾ റിയാക്ഷൻ നോക്കുകയാണ്. എന്താണ് 3 മോള് ഗ്യാസ് റിയാക്ട് ചെയ്തെന്താണ് നമുക്ക് 2 മോൾ ഗ്യാസ് ഉണ്ടായുള്ളൂ. അപ്പൊ എന്താണ് വോളിയം കുറയുന്നുണ്ട്. വോളിയം കുറയുമ്പോൾ എന്താണ് നമുക്ക് പി വി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ വോളിയം കുറയുമ്പോൾ പ്രഷർ അനുസരിച്ച് കൂടണം. അപ്പൊ പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ ഫോർവേഡ് ആയിരിക്കും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറച്ചാൽ ടെമ്പറേച്ചർ പി വി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും കുറയും. പി വി കുറഞ്ഞാൽ എന്താണ് ടെമ്പറേച്ചർ അനുസരിച്ച് കുറഞ്ഞാൽ പി വി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അതിന്റെ ഈ ഫേവറബിൾ കണ്ടീഷൻസ് ഈ റിയാക്ഷൻ ഫോർവേഡ് ആയിട്ട് നടക്കാൻ ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അപ്പം ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണ്. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ് ഷുഡ് നോട്ട് ബി വെരി ലോ. ഒരുപാട് ലോ ആകാൻ പാടില്ല. കാരണം എന്താ അപ്പം ഒരുപാട് ലോ ആയാൽ റിയാക്ഷൻ സ്ലോ ആവും. നമ്മൾ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്താണ് 720 കെൽവിനും 2 ബാർ പ്രഷറാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡ് എന്താണ് 96 to 98% വരെ പ്യുവർ ആയിട്ടുള്ളതാണ്. സൾഫ്യൂരിക് ആസിഡ് പ്രോപ്പർട്ടീസ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ് കളർലെസ് ആണ്, ഡെൻസ് ആണ്, ഓയിലി ലിക്വിഡ് ആണ്. വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.84. അതിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ തന്നിട്ടുണ്ട്. ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എന്താണ് the evolution of a large quantity of heat. അപ്പം സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ അത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ. അത് കാരണം തന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സൾഫ്യൂരിക് ആസിഡിലേക്ക് വെള്ളം ഒഴിക്കരുത്. വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്കായിരിക്കും നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. ഇൻ അക്വസ് സൊല്യൂഷൻ സൾഫ്യൂരിക് ആസിഡ് അയോണൈസേഷൻ 2 സ്റ്റെപ്സ്. അപ്പം സൾഫ്യൂരിക് ആസിഡ് അയോണൈസേഷന്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ആദ്യം H2SO4 HSO4 മൈനസ് ആയി മാറി. അതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ ദാൻ 10 ആണ്. പക്ഷേ രണ്ടാമത്തെ H പ്ലസ് കൊടുക്കാനുള്ള അയനൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ് വളരെ ചെറിയ വാല്യൂ ആണ്. The larger value of first dissociation constant means that H2SO4 largely dissociated into H plus and HSO4 minus. അപ്പം കൂടുതലും H plus HSO4 മൈനസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ അയനൈസേഷൻ നടക്കുന്നത് വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും. ആസിഡ് ഫോംസ് 2 series of salts. എന്താണ് നോർമൽ സൾഫേറ്റ്സ് ഉണ്ട്, പിന്നെ ആസിഡ് സൾഫേറ്റ്സ് ഉണ്ട്. Sulfuric acid, because of its low volatility, can be used to manufacture more volatile acids. സൾഫ്യൂരിക് ആസിഡ് എന്താണ് വേറെ ആസിഡ്സിന്റെ പ്രിപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് എന്താ ഒരു മെറ്റൽ ഹാലൈഡ്. മെറ്റൽ ഹാലൈഡ് എന്താണ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് നമുക്ക് അതിന്റെ ആ ഹാലൈഡിന്റെ കറസ്പോണ്ടിങ് ആസിഡ് നമുക്ക് കിട്ടും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ഒരു സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. Many wet gases can be dried by passing through it. അപ്പം പല ഗ്യാസസും നമ്മൾ സൾഫ്യൂരിക് ആസിഡിലൂടെ പാസ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാറുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ദേ ഡു നോട്ട് റിയാക്ട്. ആ ഗ്യാസസ് എന്താണ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യാത്ത ഗ്യാസസ് ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡ് റിമൂവ് വാട്ടർ ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് വാട്ടർ റിയാക്ട് ചെയ്യുന്നു. കൂടെ C12H22 ഓയിൽ എന്താണ് സൂക്രോസ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമുക്ക് കാർബൺ കിട്ടും. കാർബൺ അതിനെ ഡ്രൈ ചെയ്തെടുക്കും. Hot concentrated sulfuric acid is a moderately strong oxidizing agent. Sulfuric acid, concentrated sulfuric acid is moderately strong oxidizing agent. The oxidizing strength പറയുകയാണെങ്കിൽ എന്താണ് intermediate between phosphoric and nitric acid. H3PO4 the oxidizing strength എന്ന് പറയുന്നത്. Both metals and non-metals are oxidized by concentrated sulfuric acid. റിയാക്ഷൻ ശേഷം H2SO4 എന്തായിട്ട് മാറും SO2 ആയിട്ട് മാറും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു റിയാക്ഷൻ കഴിയുമ്പോഴും SO2 ആണ് ഇത് കൂടെ കിട്ടും. ഇത് നമുക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് 70 അല്ലെങ്കിൽ ഹാലജൻസിനെ പറ്റിയാണ്. ഹാലജൻസ്. The halogens are highly reactive non-metallic elements. Indirect non-metals ആണ്. All these elements have 7 electrons in their outermost shell. Then NS2 and P5. Valence എന്താണ് S plus P എന്താണ് 7 ആണ്.
which is one electron short of the next noble gas. അടുത്ത noble gasനെ കാട്ടി ഒരു electron short ആണ് വരുന്നത്. The halogens have the smallest atomic radii in their respective periods due to maximum effective nucleus. ഓരോ പീരീഡിലും ഏറ്റവും കുറവ് അറ്റോമിക് റേഡിയ ഉള്ളവർക്കാണ് ഹാലോജൻസിനാണ്, നോബിൾ ഗ്യാസസിനല്ല. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ ഇൻക്രീസ് ഫ്രം ഫ്ലൂറിൻ ടു അയോഡിൻ. അപ്പൊ താഴോട്ട് വരുന്നതോറും നോർമൽ ഓർഡർ തന്നെയാണ്, താഴോട്ട് വരുന്നതോറും അറ്റോമിക് അയോണിക് റേഡിയ എല്ലാം കൂടി വരും. അയണൈസേഷൻ എന്താൽപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ദേ ഹാവ് ലിറ്റിൽ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ അവർ കളയുന്ന ഇലക്ട്രോൺ വാങ്ങാനാണ് അവർക്ക് താല്പര്യം. Thus they have very high ionization in them. Due to the increase in atomic size, ionization enthalpy decreases down to the normal expected order ആണ്. എന്താണ് ഗ്രൂപ്പിൽ നിന്ന് മേലും താഴോട്ട് വരുന്നതോറും ionization enthalpy കുറഞ്ഞു വരും. Electron gain enthalpy. Halogens have the maximum electron gain enthalpy in the corresponding period. ഓരോ പീരീഡിലും മാക്സിമം ഇലക്ട്രോൺ ഗെയിൻ enthalpy ഉള്ള ഹാലോജൻസിന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഒറ്റ ഇലക്ട്രോൺ വാങ്ങിയാൽ എന്താണ് സ്റ്റേബിൾ ഒക്ടേറ്റ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാണ്. Due to the fact that the atoms of these elements have only one electron less than the stable noble gas configurations. Except electron gain enthalpy of the elements of the group become less negative. So താഴോട്ട് വരുന്നതിൽ electron gain enthalpy less negative ആയിക്കൊണ്ടിരിക്കും. However, the negative electron gain enthalpy of fluorine is less than that of fluorine. Electron gain enthalpy പറയുന്നത് fluorine electron gain enthalpy fluorineക്കാളും കുറവാണ്. ഇത് നമ്മൾ NCERT ടേബിൾ ആണ്. electron gain enthalpyയുടെ നോക്കുമ്പോൾ ഫ്ലോറിനാണ് ഏറ്റവും മാക്സിമം വാല്യൂ ഉള്ളത്. അതിനുശേഷം ഫ്ലൂറിൻ വരുത്താം. അപ്പൊ താഴോട്ട് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറഞ്ഞു വരുവാണെങ്കിൽ ഓർഡർ ഒക്കെ എങ്ങനെയായിരിക്കും? ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള എന്താണ്? They have very high electronegativity. Electronegativity decreases down the group. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരും. നമുക്ക് പറയാനുള്ളത് കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫ്ലൂറിനും ക്ലോറിൻ റൂം ടെമ്പറേച്ചറിൽ ഗ്യാസസ് ആണ്. ബ്രോമിൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അയഡിൻ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റിംഗ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് സ്റ്റഡിലി ഇൻക്രീസ് വിത്ത് അറ്റോമിക് എപ്പർ. താഴോട്ട് വരുന്നതോറും മെൽറ്റിംഗ് പോയിന്റും കൂടി വരും. ഓൾ ഹാലജൻസ് ആർ കളേർഡ്. എല്ലാ ഹാലജൻസും കളേർഡ് elements ആണ്. This is due to the absorption of radiations in visible region which results in the excitation of outer electrons to higher energy. ഇപ്പം എന്താണ് വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്ത ഔട്ടർ ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് ആവും. അത് കാരണം ഒരു കളർ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് യെല്ലോ ആണ്, ക്ലോറിൻ എന്നത് ഗ്രീനിഷ് യെല്ലോ ആണ്, ബ്രോമിൻ എന്ന് പറയുന്നത് റെഡും, അയഡിൻ എന്ന് പറയുന്നത് വയലറ്റും ആണ്. Fluorine and chlorine react with water. Bromine and iodine are only sparingly soluble in water. Fluorine and chlorine water ആയിട്ട് readily react ചെയ്യും. ബ്രോമിനും അയഡിനും അത്ര soluble അല്ല വാട്ടർ. But are soluble in various organic solvents. ഇതിൽ വേറെ ഓർഗാനിക് സോൾവെന്റ്സിൽ soluble ആണ്. ക്ലോറോഫോം, കാർബൺ ടെട്രാക്ലോറൈഡ്, CS2 എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഒരു കളേർഡ് സൊല്യൂഷൻസ് ഫോം ചെയ്തുകൊണ്ട് soluble ആണ്. ഇതിനകത്ത് ഇവിടെ കാണിക്കേണ്ടത് ഫ്ലൂറിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താണ്? താഴോട്ട് വരുന്നതോറും നോർമൽ ഓർഡർ പറയേണ്ടത് എങ്ങനെയാണ്? താഴോട്ട് വരുന്നതോറും ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറഞ്ഞു വരേണ്ടതാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഫ്ലൂറിൻ്റെത് ക്ലോറിനേക്കാളും കുറവാണ്. ഇതിന് കാരണം എന്താ? ഫ്ലൂറിൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ആറ്റമാണ്. അപ്പൊ എന്താണ് ഇവരുടെ നിൽക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡ്സ് തമ്മിൽ ഭയങ്കര റിപ്പൾഷൻ ആണ്. അപ്പം അത് കാരണം പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയുടെ ഓർഡർ ചെയ്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ ഫ്ലൂറിൻ വരുന്നത്, പിന്നെ അയഡിൻ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫ്ലൂറിനെ കുറിച്ച് അനോമലസ് പ്രോപ്പർട്ടീസ് ആണ്. The anomalous behavior of fluorine is due to its small size, high electronegativity, low fluorine bond dissociation enthalpy and non-availability of d orbitals. ഈ കാരണങ്ങൾ കാരണമാണ് എന്ത് ഫ്ലൂറിന്റെ അനോമലസ് ബിഹേവിയർ. എന്തുകൊണ്ടാണ്? ചെറിയ സൈസ് ആണ്. പിന്നെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എന്താണ്? ഫ്ലൂറിൻ ആണ്. ലോ ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേഷൻ enthalpy and
d orbitals absence. Ionization enthalpy, electronegativity, electrode potentials are all higher for fluorine than expected from the trend set by other halogens. ഇതെല്ലാം higher ആണ് for fluorine. Normal trendinേക്കാളും. Also, ionic and covalent radii, melting point and boiling point, enthalpy bond dissociation and electronic enthalpy are quite lower than expected. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടിരുന്ന എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എന്തൽപിയും ഇലക്ട്രോണിക് എന്തൽപിയിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. Halogens chemical properties ആദ്യം oxygen state ഉം trends in chemical reactivity. All the halogens exhibit -1 oxygen state. However, chlorine, bromine and iodine exhibit +1, +3, +5, +7. ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട എന്താണ്, ഫ്ലൂറിൻ ഒരിക്കലും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കില്ല. കാരണം എന്താ, ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഫ്ലൂറിൻ ആണ്. അപ്പോൾ അവർക്ക് ഫ്ലൂറിന് +1 ഓക്സിജൻ സ്റ്റേറ്റ്, ബാക്കിയുള്ള എല്ലാവരും എന്താണ് +1, +3, +5, +7 ഓക്സിഡേറ്റ് ഒക്കെ കാണിക്കാറുണ്ട്. The higher oxygen state of chlorine, bromine and iodine are realized. ഈ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് എപ്പോഴാണ് വരുന്നത്? when they are combined with small and highly electronegative fluorine and oxygen atoms. അപ്പോൾ ഫ്ലൂറിനും ഓക്സിജനും ആയിട്ടൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവരുടെ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിന്റെ ഒക്കെ ഹയർ ഓക്സിജൻ ഉള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്റർ ഹാലജൻസ്, ഓക്സൈഡ്, ഓക്സാസിഡ്. The oxygen state of +4 and +6 occur in the oxides and oxoacids of chlorine and bromine. Chlorine and bromine oxidesiലും oxoacidsലാണ് +4 ഉം +6 ഓക്സിജൻ സ്റ്റേറ്റ് ഒക്കെ കാണാം. The halogens are highly reactive. നമ്മൾ ആദ്യമേ പറഞ്ഞു, they react with metals and non-metals to form halides. Metals non-metals ആയിട്ട് react ചെയ്ത് halides ഫോം ചെയ്യാറുണ്ട്. The reactivity of halogens decrease down the group. താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കൂടി വരും. കുറഞ്ഞു വരും. ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആരാണ്? ഫ്ലൂറിൻ ആണ്. So fluorine is the strongest oxidizing halogen, and it oxidizes other halide ions in solution or even in the solid phase. All phaseൽ പോലും oxidize ചെയ്യാനുള്ള കഴിവ് fluorine ആണ്. In general, a halogen oxidizes halide ion of higher atomic. ഇപ്പൊ രണ്ട് ഹാലജൻസ് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ചെറിയ അറ്റോമിക് നമ്പർ ഉള്ള ചില ഗ്രൂപ്പിൽ മേലെയുള്ള ആൾക്കാരായിരിക്കും താഴെയുള്ള ആൾക്കാരെ ഓക്സിഡൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂറിൻ എന്താണ്, മറ്റേ ആളെ ഓക്സിഡൈസ് ചെയ്ത് സ്വയം F- ആയിട്ട് മാറും. ഈ എക്സ് എന്ന് പറയുന്ന ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആയിരിക്കും. ക്ലോറിൻ ആണെങ്കിൽ അത് താഴെ എലിമെന്റ്സ് ചെയ്ത് ബ്രോമിൻ, അയഡിൻ ആയി. ബ്രോമിൻ ആണെങ്കിൽ അയഡിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Fluorine oxidizes water to oxygen, whereas chlorine and bromine react with water to form corresponding hydrohalic and hypohalous acid. Fluorine എന്താണ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവും. ബാക്കിയുള്ളവരാണ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്താണ്, ഹാലൈഡും ഹൈപ്പോഹാലിക് ആസിഡും ഫോം ചെയ്യും. ഹൈപ്പോഹാലസ് ആസിഡും ഫോം ചെയ്യും. പക്ഷെ അയഡിൻ ആണ് എന്താണ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നെങ്കിൽ എന്താവും, അയഡിനെ വാട്ടർ ഓക്സിഡൈസ് ചെയ്യും. I- എന്തായിട്ട് മാറും, I2 ആയിട്ട് മാറും. ഇനി ഹാലജൻസിന്റെ ഹൈഡ്രജൻ ആറ്റോമിക് ആക്ടിവിറ്റി. They all react with hydrogen to give hydrogen halides, but affinity for the hydrogen decreases from fluorine to iodine. ഇപ്പൊ താഴോട്ട് വരും തോറും മേലെ താഴോട്ട് വരും അഫിനിറ്റി ഫോർ ഹൈഡ്രജൻ എന്താണ് കുറഞ്ഞു വരിക. ഹൈഡ്രജൻ ഹാലൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം ഹൈഡ്രോഹാലിക് ആസിഡ്സ്. വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോഹാലിക് ആസിഡ്സ് ഫോം ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ ആസിഡ്സിന്റെ ആസിഡ് സ്ട്രെങ്ത് താഴോട്ട് വരുന്നതോറും ആസിഡിന്റെ സ്ട്രെങ്ത് കൂടി വരും. The stability of these halides decrease down the group. താഴോട്ട് വരുന്നതോറും ആസിഡ്സിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അതിനെ കുറച്ച് പ്രോപ്പർട്ടീസും ടേബിൾ ഇൻസാർട്ട് കൊടുത്തേക്കുന്നത്. ഓക്സിജൻ ആയിട്ടുള്ള റിയാക്റ്റീവ്. Halogens form many oxides with oxygen, and most of them are unstable. ഒരുപാട് ഓക്സൈഡ്സ് ഉണ്ടാകുന്നതല്ല, കൂടുതലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഫ്ലൂറിൻ ഫോംസ് 2 oxides, എന്താണ് O2 ഉം O2F2. പക്ഷെ റൂം ടെമ്പറേച്ചർ എന്താണ് O2 മാത്രമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്സൈഡ്സിൽ പറയുമ്പോൾ ഫ്ലൂറിൻ എപ്പോഴും -1 ഓക്സിജൻ സ്റ്റേറ്റിലായിരിക്കും. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. Both are strong fluorinating agents. O2F2 oxidizes plutonium to PuF6.
O2 എന്താണ് PF6 ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലൂട്ടോണിയത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. Chlorine, bromine, iodine form oxides in which the oxidation states of these halogens range from +1 to +7. അപ്പോൾ ക്ലോറിനും ബ്രോമിനും അയഡിനും തമ്മിൽ പല ഓക്സൈഡ് ഫോം ചെയ്യാറുണ്ടാണ്. അതിനകത്ത് ഇവരുടെ ഓക്സിജൻ സ്റ്റേറ്റ് +1 തൊട്ട് +1 വരെ ഉള്ള ഏതെങ്കിലും ഓക്സിജൻ ആയിരിക്കും. സ്റ്റെബിലിറ്റി ഓഫ് ദീസ് ഓക്സൈഡ്സ് ഫോം ബൈ ഹാലജൻസ്. അയഡിന്റെ ഓക്സൈഡ്സ് ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. ബ്രോമിന്റെ ഓക്സൈഡ്സ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള. The higher oxides of halogens tend to be more stable than the lower ones. വലിയ ഓക്സിജൻ സ്റ്റേറ്റുള്ള ഓക്സൈഡ്സ് ആയിരിക്കും ചെറിയ ഓക്സിജൻ ഓക്സൈഡ്സിനെക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ളത്. Chlorine oxides Cl2O, Cl02, Cl2O6 and Cl2O7 are highly reactive oxidizing agents and tend to explode. ഈ ഓക്സൈഡ്സ് ഹൈലി റിയാക്റ്റീവ് ആണ്. അത് റിയാക്ഷനിൽ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഉപയോഗിക്കുന്ന Cl02 എന്ന് പറയുന്നത് എന്താണ്? ഇത് ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനാണ് പേപ്പർ പൾപ്പിന്റെയും ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ ബ്ലീച്ചിങ്ങിന്റെ ഉപയോഗിക്കാറുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം. The bromine oxides Br2O, BrO2, BrO3 അതെന്താണ് പറഞ്ഞു. ബ്രോമിൻ ഓക്സൈഡ്സ് ആണ് ഏറ്റവും സ്റ്റെബിലിറ്റി പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു. ഒരു least stable halogen oxides ആണ്. The iodine oxides I2O, I2O സവറ I2 ഓഫ് എന്തിനു മെറ്റൽ ഹാലൈഡ്സ് മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റൽ ഹാലൈഡ്സ് ഫോം ചെയ്യും. മാഗ്നീഷ്യവും ബ്രോമിനായിട്ട് ചെയ്യുന്നതാണ് മാഗ്നീഷ്യം ബ്രോമൈഡ് ഫോം ചെയ്യും. The ionic character of the halides decrease in the order. ഇപ്പൊ താഴോട്ട് വരുന്നതോറുള്ള മെറ്റൽ ഹാലൈഡ്സ് അയഡിന്റെ ഹാലൈഡ്സ് ആയിരിക്കും മോസ്റ്റ് കോവാലന്റ് നേച്ചർ ഉള്ളത്. If a metal exhibits more than one oxidation state, the halides in higher oxidation state will be more covalent than one in the lower oxidation. ഒരു മെറ്റൽ ഒന്നിൽ കൂടുതൽ ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഓക്സിജൻ സ്റ്റേറ്റിലുള്ള ഹാലൈഡ് ആയിരിക്കും കൂടുതൽ കോവാലന്റ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ SnCl4 ആയിരിക്കും SnCl2 കൂടുതൽ കോവാലന്റ്. അതേപോലെ PbCl4 PbCl2 കൂടുതൽ കോവാലന്റ് ആയിരിക്കും. അതുപോലെ SbCl5 SbCl3 കോവാലന്റ് ആണ്. UO6 UO4 കൂടുതൽ കോവാലന്റ് ആയിരിക്കും. ഇനി ക്ലോറിൻ നോക്കാം. ക്ലോറിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? By heating manganese dioxide with concentrated hydrochloric acid. ഇപ്പോൾ MnO2 HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലോറിന് കിട്ടുന്നത്. ഇൻഫാക്ട് ഈ റിയാക്ഷനിൽ വെച്ചാണ് നമ്മൾ ക്ലോറിനെ ആദ്യം ഡിസ്കവർ ചെയ്യുന്നത് 1774 ആര് ഷീൽ MnO2 HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ക്ലോറിൻ ഗ്യാസ് ഡിസ്കവർ ആകുന്നത്. ഇത് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമൺ സോൾട്ടും കോൺസെൻട്രേറ്റഡ് H2SO4. ഇപ്പോൾ HCl പകരം നമ്മൾ കോമൺ സോൾട്ടും H2SO4 ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലോറിൻ ഗ്യാസ് കിട്ടും. By the action of HCl on potassium permanganate. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറിൻ ഗ്യാസ് കിട്ടും. ഈ ഇൻഡസ്ട്രിയലി ക്ലോറിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ പ്രോസസ് പറയുന്നത് ഡീകൺസ് പ്രോസസ്. എന്താണ്? HCl നമ്മൾ HCl ഗ്യാസ് നമ്മൾ ഓക്സിജൻ പ്രസൻസ് CuCl2 കാറ്റലിക് പ്രസൻസ് നമ്മൾ റിയാക്ട് ചെയ്യുന്നു at 723 Kelvin. അപ്പോൾ നമുക്ക് Cl2 ഗ്യാസ് കിട്ടും. രണ്ടാമത്തെ എന്താണെന്ന് പറയുന്നത് വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് ആണ്. വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് നടക്കുന്നത് എന്താണ്? ക്ലോറിൻ
ആനോഡിൽ ലിബറേറ്റ് ആവും. ആനോഡിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പം എന്താണ് Cl മൈനസ് എന്താവും അവിടെ ആനോഡിൽ Cl2 ഗ്യാസ് ഉണ്ട് കിട്ടും. Electrolysis of NaCl solution. Chlorine properties പറയുകയാണെങ്കിൽ it is a greenish yellow gas with pungent and suffocating odor. It is about 2 to 5 times heavier than air. Can be liquefied easily into greenish yellow liquid which boils at 239 Kelvin. The water soluble ആണ്. Chlorine reacts with a number of metals and non-metals to form chlorides. അപ്പോൾ എന്താണ് മെറ്റൽസ് നോൺ മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറൈഡ്സ് ഫോം ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പലതും കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം, സോഡിയം, അതിന്റെ എല്ലാം ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറൈഡ് ഫോം ചെയ്തു. നോൺ മെറ്റൽസ് ആയിട്ട് ഫോസ്ഫറസും സൾഫറും കൊടുത്തു, അവരുടെയും ക്ലോറൈഡ്സ് ഫോം ചെയ്തു. ഇറ്റ് ഹാസ് ഗ്രേറ്റ് അഫിനിറ്റി ഫോർ ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട്സ് ആയിട്ട് അതെന്താ അത് റിയാക്ട് ചെയ്ത് എന്താണ് HCl ഫോം ചെയ്യും. With excess ammonia, chlorine gives nitrogen and ammonium chloride. Whereas with excess chlorine, nitrogen trichloride is formed. അപ്പോൾ അത് NH3 Cl2 റിയാക്ട് ചെയ്യുമ്പോൾ NH3 ആണ് എക്സസ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് NH4Cl. പക്ഷേ Cl2 ആണ് എക്സസ് എങ്കിൽ നമുക്ക് NCl3 കിട്ടും. With cold and dilute alkalis, chlorine produces a mixture of chloride and hypochlorite. ക്ലോറൈഡ് കോൾഡും ഡൈലൂട്ട് NaOH ആണെങ്കിൽ നമുക്ക് ക്ലോറൈഡും ഹൈപ്പോക്ലോറൈറ്റും കിട്ടും. പക്ഷേ കോൺസെൻട്രേറ്റഡ് ആൻഡ് ഹോട്ട് NaOH ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്ലോറൈഡും ക്ലോറൈറ്റ് ആയും കിട്ടും. With dry slaked lime, it gives bleaching powder. Slaked lime ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും, CaOCl twice. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ കമ്പോസിഷൻ കൂടെ തന്നിട്ട് എന്താണ് CaOCl twice, CaCl2, COH twice 2H2. ഇതാണ് ബ്ലീച്ചിങ് പൗഡർ. Chlorine reacts with hydrocarbons and gives substitution products. ഇപ്പം ഹൈഡ്രോകാർബൺസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് കിട്ടും. CH4 ഉം Cl2 ആയിട്ട് റിയാക്ട് ചെയ്താൽ CH4 ഉം Cl2 റിയാക്ട് ചെയ്യുന്നത് CH3Cl കിട്ടും. പക്ഷേ ആൽക്കീൻസ് അല്ല, അല്ലെങ്കിൽ ആൽക്കീൻസ് ആണെങ്കിൽ നമുക്ക് അഡീഷൻ പ്രോഡക്റ്റ് ഡബിൾ ബോണ്ട് മാറി അവിടെ രണ്ട് ക്ലോറിൻ കയറും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നതാണ് C2H4 മോളിക്യൂൾ ക്ലോറിൻ റിയാക്ട് ചെയ്തത് 1,2 ഡൈക്ലോറോ ചെയ്തും കിട്ടി. Chlorine water on standing loosens its yellow color due to the formation of HCl and HOCl. അപ്പം ക്ലോറിൻ വാട്ടർ വെറുതെ വെച്ചാൽ യെല്ലോ കളർ പോയിട്ട് അവിടെ എന്താണ് HCl HOCl ഫോം ചെയ്യും. അവിടെ ഫോം ചെയ്ത് HOCl ഉണ്ട്. HOCl നേസന്റ് ഓക്സിജൻ തരും. ഈ നേസന്റ് ഓക്സിജൻ ആണ് അതിന്റെ ഓക്സിഡൈസിങ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസിനുള്ള കാരണം എന്ന് പറയുന്നത്. HOCl ആണ് നേസന്റ് ഓക്സിജൻ തരുന്നത്. It oxidizes ferrous to ferric and sulfite to sulfate. Chlorine oxidizes sulfur dioxide to sulfur trioxide and iodine to iodate. In the presence of water, they form sulfuric acid and iodic acid respectively. എന്താണ് ഫെറിക്കിനെ ഫെറസ് സൾഫേറ്റിന് ഫെറിക് സൾഫേറ്റ് ആയിട്ട് മാറ്റി. Na2SO3 എന്തായി Na2SO4 എന്നായി. SO2 എന്തായി സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റി. അതേപോലെ അയഡിന് അയഡിക് ആസിഡ് ആക്കി മാറ്റി. It is a powerful bleaching agent. ഒരു പവർഫുൾ ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ബ്ലീച്ചിങ് ഏജൻസ് ഡ്യൂ ടു ഓക്സിഡേഷൻ. എന്താണ് കളേർഡ് സബ്സ്റ്റൻസ് നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതെന്താണ് കളർലെസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് പ്രിപ്പറേഷൻ തന്നെ ലബോറട്ടറീസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് സോഡിയം ക്ലോറൈഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് HCl കിട്ടും. അവിടെ ഉണ്ടായ NaHSO4 വീണ്ടും എന്തായി NaCl2 റിയാക്ട് ചെയ്ത് എന്തായി വീണ്ടും നമുക്ക് NaHSO4 HCl കിട്ടും. പ്രോപ്പർട്ടീസ് പറയുന്നത് കളർലെസ് ആണ്, പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് ആണ്. ലിക്വിഫൈഡ് ആയാൽ കളർലെസ് ലിക്വിഡ് ആണ്. ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫ്രീസ് ചെയ്താൽ ബൈ ക്രിസ്റ്റലൈൻ സോളിഡും ആവും. ഈസ് എക്സ്ട്രീംലി സോലുബിൾ ഇൻ വാട്ടർ. കാരണം എന്താ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് പറയുന്നത് 10⁻⁷ അടുപ്പിച്ചുള്ളൂ.
It reacts with NH3 and give white fumes of NH4Cl. NH3 react ചെയ്ത് NH4Cl എന്നാണ് white fumes കിട്ടും. When 3 parts of condensated HCl, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോബിൾ മെറ്റൽസ് ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അക്വ റീജിയ എന്ന് പറയുന്നത്. അതിനകത്ത് HClന്റെയും HNO3യുടെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3:1 ആണ്. തിരിഞ്ഞു പോയത് HCl ആണ് കൂടുതൽ. അടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡീകമ്പോസസ് സോൾട്സ് ഓഫ് വീക്കർ ആസിഡ്സ്. വീക്കർ ആസിഡിന്റെ സോൾട്സിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡീകമ്പോസ് ചെയ്യും. Na2CO3 HCl NaCl H2O CO2 കിട്ടും. അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ് അതും NaCl ഡീകമ്പോസ് ചെയ്ത് NaCl വാട്ടറും CO2 കിട്ടും. Na2SO3 ആണെങ്കിലും NaCl H2 പക്ഷേ CO2 പകരം SO2 ആണ് നോക്കാം. ഹാലജൻസിന്റെ ഓക്സോ ആസിഡ്സ് ഏതൊക്കെ ആസിഡ്സ് ഇവർ ഫോം ചെയ്യും? ഹാലിക് ആസിഡ്, ഹൈപ്പോഹാലസ്, ഹാലസ് ആസിഡ്, ഹാരിക് ആസിഡ്, പെർഹാരിക് ആസിഡ്. പക്ഷെ നോട്ട് ചെയ്യേണ്ട കാര്യം ഫ്ലൂറിൻ ഹൈപ്പോഫ്ലൂറസ് ആസിഡ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. ഇതിന്റെ എല്ലാ സ്ട്രക്ചേഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ക്ലോറിന്റെ ആസിഡ്സ് നോക്കാം. ഹൈപ്പോക്ലോറസ് ആണെങ്കിൽ HOCl, ഫ്ലോറസ് ആണെങ്കിൽ HOCl ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ ക്ലോറിക് ആസിഡ് ആണെങ്കിൽ HOCl O2 എന്ന് പറയുന്നത് രണ്ട് ഡബിൾ ബോണ്ടും ഉണ്ട്. പിന്നെ പെർക്ലോറിക് ആണെങ്കിൽ HOCl O3 മൂന്ന് ഡബിൾ ബോണ്ട് ഉണ്ട്. നമുക്ക് പറയാനുള്ളത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്? ടു ഡിഫറെന്റ് ഹാലജൻസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഇപ്പോൾ രണ്ട് ഹാലജൻസ് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ XX' എന്ന് പറയും. X എന്ന് പറയുന്നത് വലിയ സൈസുള്ള ഹാലജനും X' എന്ന് പറയുന്നത് ചെറിയ സൈസുള്ള ഹാലജനും ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ തരം ഹാലജൻസ് ഫോം ചെയ്യും? XX' ഫോം ചെയ്യാം, XX3 ആവാം, XX5, XX7. As the ratio between radius X and X' increases, X by X' റേഷ്യോ കൂടുന്നതെന്ന് വെച്ചാൽ എന്താണ്? X എന്ന് പറയുന്നത് വലുതാവും, X' ചെറുതാവും. അതിനനുസരിച്ച് ഒരു മോളിക്യൂളുള്ള ആറ്റംസും കൂടി വരുന്നു. അപ്പം XX-7 എന്ന് പറയുന്നത് എന്താണ്? IF7 ആയിരിക്കും ഫോം ചെയ്യുന്നത്. The interhalogen compounds can be prepared by the direct combination or by the action of halogen on lower interhalogen compound. ഡയറക്റ്റ്ലി അവർ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബൈ ആക്ഷൻ ഓഫ് ഹാലജൻ. ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്തും അതൊക്കെ ഫോം ചെയ്യാം. അപ്പൊ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മാറി മാറി വരും. ഈക്വൽ വോളിയൂംസ് ഓഫ് Cl2 F2 നമ്മൾ എടുക്കുന്നെങ്കിൽ Cl2 ഈക്വൽ വോളിയം ടു ClF. ഈ ഫ്ലോറിൻ എക്സസ് ആയിട്ട് എടുത്താൽ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫ്ലോറിൻ ClF3 കിട്ടും. അതേപോലെ തന്നെ അയഡിനും ക്ലോറിനും ഈക്വൽ എടുത്താൽ നമുക്ക് ICl കിട്ടും. Cl2 ആണ് എക്സസ് എങ്കിൽ നമുക്ക് ICl3 കിട്ടും. അതേപോലെ എക്സസ് ആയിട്ട് ഫ്ലോറിൻ എടുക്കുന്നു, ബ്രോമിനായിട്ട് BrF3 കിട്ടി. ഫ്ലോറിൻ എക്സസ് ആണെങ്കിൽ BrF5 കിട്ടും. പക്ഷെ BR2 F2 നമ്മൾ ഡൈലൂട്ടഡ് വാട്ടർ ആണ്, നമുക്ക് BrF3 കിട്ടും. ഇവരിൽ എന്താ കോവാലന്റ് മോളിക്യൂൾസ് ആണ്, അതുപോലെ ഡയമാഗ്നറ്റിക് ആണ്. ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും, ഡയമാഗ്നറ്റിക് ആണ്. They are volatile solids or liquids at 298 Kelvin except ClF. ClF മാത്രമാണ് ഗ്യാസ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. Their physical properties are intermediate between those of constituent halogens. അപ്പോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ഹാലജൻസിന്റെ പ്രോപ്പർട്ടിയുടെ ഇടയിലായിരിക്കും ഇവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. In general, interhalogen compounds are more reactive than halogens. Interhalogen compounds അത് ഉണ്ടാക്കുന്ന ഹാലജൻസിനേക്കാളും കൂടുതൽ റിയാക്ട് ചെയ്യണം. എക്സെപ്റ്റ് ആരാണ്? ഫ്ലോറിൻ. ഫ്ലോറിന്റെ ബോഡി എന്തേൽപ്പിക്ക് നമ്മൾ ഭയങ്കര കുറവാണ്, ഭയങ്കര റിയാക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും. All these undergo hydrolysis. ഇപ്പോൾ ഈ interhalogen compounds ഹൈഡ്രോളിസിസ് നടക്കും. അപ്പോൾ അതിന്റെ ഫോർമുല പോകുന്നത് XX- ആണെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? ഒരു അയോണും കിട്ടും, X- കിട്ടും. അതിന്റെ കൂടെ നമുക്ക് എന്താണ് HOX കിട്ടും. ഇനി നമ്മൾ XX-3 ആണെങ്കിൽ എല്ലാത്തിലും നമുക്ക്
ഹാലജന്റെ ഒരു അയോൺ കിട്ടും. എക്സ് മൈനസ് ഫോം ചെയ്യും, അതിന്റെ കൂടെയുള്ള പ്രൊഡക്റ്റ് ആണ് മാറുന്നത്. അപ്പൊ അതാണ് എക്സാക്ട്ലി നമുക്ക് ഹാലൈറ്റ് കിട്ടും. X-5 ആണെങ്കിൽ നമുക്ക് ഹാലൈറ്റ് കിട്ടും. XX7 ആണെങ്കിൽ നമുക്ക് പെർ ഹാലൈറ്റും കിട്ടും. XX3 compounds have the bent T shape. XX3 ആണെങ്കിൽ XX5, XX7. XX3 ആണെങ്കിൽ എന്താണ് നമ്മുടെ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉള്ളത്. XX5 ആണെങ്കിൽ 5 ബോണ്ട് പെയറും 1 ലോൺ പെയർ. XX7 ആണെങ്കിൽ 7 ബോണ്ട് പെയറും മാത്രമാണ് ഉള്ളത്. ഇതിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? പിരമിഡിലായിരിക്കും. എന്താവും? ഇത് സ്ക്വയർ പിരമിഡിലാവും. ഇതെന്താവും? ഇത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലാവും. സോറി അല്ല, പെന്റഗണൽ ബൈപിരമിഡിലാവും. തെറ്റിപ്പോയതാണ്. ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പ് 18 പറ്റി പറയാം. ഗ്രൂപ്പ് 18 അറിയപ്പെടുന്നത് നോബിൾ ഗ്യാസസ് എന്നാണ്. ഓൾ നോബിൾ ഗ്യാസസ് ഹാവ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു NP6. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 8 ആണ്. എക്സെപ്റ്റ് ഹീലിയം. ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 ആണ്. അയനൈസേഷൻ എന്തായാലും പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? സ്റ്റേബിൾ വെരി ഹൈ അയനൈസേഷൻ എന്താൽപ്പിയാണ്. പക്ഷെ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും എന്താണ്? നോർമൽ ഓർഡർ തന്നെയാണ്. താഴോട്ട് വരുന്നതോറും അയനൈസേഷൻ എന്താൽപ്പി കുറഞ്ഞു വരും. അറ്റോമിക് റേഡിയോ ആണെങ്കിൽ എന്താണ്? അത് താഴോട്ട് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? സോൾലി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താണ്? ലാർജും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം ഇലക്ട്രോൺ വാങ്ങുന്നതുകൊണ്ട് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോവുകയാണ്. അതുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ എന്താണ്? ഇവരെല്ലാം മോണോ അറ്റോമിക്, കളർലെസ് ആണ്, ഓർഡർലെസ്, ടേസ്റ്റ് വളരെ കുറവാണ്. ഗ്യാസസ് ആയതുകൊണ്ട് ഇവരുടെ ഇടയിൽ വീക്ക് ഡിസ്പേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് വളരെ ചെറിയ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ് ഉള്ളത്. ഹീലിയം ഹാസ് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എനി നോൺ സബ്സ്റ്റൻസ്. ഇപ്പം പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് പറയുന്നത് ഹീലിയത്തിന്റെ ആണ്. എത്രയാണ്? 4.2 കെൽവിൻ. It has an unusual property of diffusing through most commonly used laboratory materials. അപ്പം പല മെറ്റീരിയൽസിലൂടെയും ഡിഫ്യൂസ് ചെയ്ത് പോകാനുള്ള കഴിവ് ആർക്കുണ്ട്? ഹീലിയത്തിനുണ്ട്. അതൊക്കെ റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, ഇതിലൂടെയൊക്കെ ഹീലിയം ഡിഫ്യൂസ് ആയി പോകും. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നോർമൽ ഓർഡർ തന്നെയാണ്, എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡേഴ്സ്. ഇനി ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാം. ഇൻ ജനറൽ നോബിൾ ഗ്യാസസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ്. കാരണം chemical reactivities least reactive. ഇവരുടെ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാരണം ബാലൻസ് അല്ലേ NS2 NP6 കോൺഫിഗറേഷൻ ഉള്ളത്. ഹൈ അയനൈസേഷൻ എന്താൽപ്പി നമുക്ക് പറയാം സെനോൺ സെനോണും ഫ്ലൂറിനും തമ്മിൽ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ്? ഇത് മാറുന്നത് എക്സസൈസ് ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് ആണെങ്കിൽ XCF4 1:20 റേഷ്യോ ആണെങ്കിൽ നമുക്ക് XCF6 കിട്ടും. ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ പറയും. XCF6 can be prepared by interaction with XCF4 and O2F2. ഇപ്പൊ XCF4 ഉം O2F2 കൊണ്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താണ്? XCF6 പ്രിപ്പയർ ചെയ്യാം. XCF2, XCF4 and XCF6 are colorless crystalline solids and sublime certainly at 298 Kelvin. They are powerful fluorinating agents. ഇവരെല്ലാം എന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ്. അതിന്റെ എക്സാമ്പിൾ they are readily recognized even by traces of water.
വാട്ടർ ആയിട്ട് ഒരു റിയാക്ട് ചെയ്യും. ഇപ്പം XCF2 വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡ്. XCF2 and XCF4 have linear and square planar structures respectively. ഇതിന്റെ സ്ട്രക്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം XCF4 XCF6 രണ്ട് ബോണ്ട് പെയർ 3 ലോൺ പെയർ. ഇവിടെ എന്താ, ഇവിടെ 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ, 6 ബോണ്ട് പെയർ 1 ലോൺ പെയർ. 6 ബോണ്ട് പെയർ 1 ലോൺ പെയർ എന്താ, നമുക്ക് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹീഡ്രലാണ്. 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ ആണെങ്കിൽ എന്താ, സ്ക്വയർ. ഈ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും വരികയാണെങ്കിൽ എന്താ, നമുക്ക് ലീനിയർ ആണ്. Xenon fluorides react with fluoride ion acceptors to form cationic species and fluoride ion donors to form fluoroanions. Ion acceptors ആയിട്ട് react ചെയ്താൽ അയൺ ഡോണേഴ്സ് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഫ്ലോറോ ആനയൻസും ഫോം ചെയ്യും. ഈ xenon ഓക്സിജൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഒരു പ്രിപ്പയർ ചെയ്യുന്നത്? XCF4നെ XCF6നെയും വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, ആദ്യം XCO3 കിട്ടും. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാലും നമുക്ക് XCO3 കിട്ടും, പക്ഷെ ഇവിടെ 6 XCF4 12H2 ആണെങ്കിൽ നമുക്ക് 4 xenon കിട്ടും. Partial hydrolysis of XCF6 gives oxyfluorides. XCF6ന്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് ഓക്സിഫ്ലൂറൈഡ്സ് ആണ് കിട്ടുന്നത്. കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നമുക്ക് എന്താ കിട്ടും, XCO3 കിട്ടും. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ XCF4ഉം XCO2F2 ഒക്കെ കിട്ടും. XCO3 is a colorless explosive solid and has a pyramidal molecular structure. XCO3 നമ്മൾ എങ്ങനെ വരയ്ക്കുക? CO3 എത്രയാണ്, 3 ബോണ്ട് പെയർ ഉണ്ട്, 1 ലോൺ പെയർ ഉണ്ട്. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ XC, ഒരു ലോൺ പെയർ, 3 ഡബിൾ ബോണ്ട് ഓക്സിജൻ. പിന്നെ പിരമിഡൽ സ്ട്രക്ചറാണ്. അതേപോലെ XCOF4 ആണ് നോക്കുന്നെങ്കിൽ ഇതായിരിക്കും, നമുക്ക് 6 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ട്. പിന്നെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും XCOF4ന്റെ? 4 4ഉം 4 ലോൺ പെയർ വരയ്ക്കുക, താഴോട്ട് ഡബിൾ ബോണ്ട് വഴി വരയ്ക്കുക. ഇത് എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, സ്ക്വയർ പിരമിഡ്. പിന്നെ XCF2 XCF4 XCF6 ഒക്കെ സ്ട്രക്ചർ ജസ്റ്റ് നോക്കാം. XCF2 എന്തായിരിക്കും, XCF2 2 ബോണ്ട് പെയർ 3 ലോൺ പെയർ, എന്തായിരിക്കും ഷേപ്പ് എന്ന് പറയുന്നത്, ലീനിയർ ആയിരിക്കും. XCF4 ആണെങ്കിൽ 2 ബോണ്ട് പെയറും 2 ലോൺ പെയർ, ഷേപ്പ് വരുമ്പോൾ എന്തായിരിക്കും, ബെൻഡ് ആയിരിക്കും. XCF6 ആണെങ്കിൽ 6 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആയിരിക്കും, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. XCOF4ന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഈ
FC-O3 കാര്യവും നമ്മൾ പറയും. ഇത്രയാണ് നമുക്ക് പി ബ്ലോക്കിൽ. താങ്ക് യു.